അധികം പൊക്കിയ പന്തൽ ആകാശത്തെത്തും. എന്നാ ഒരു 2 ഇഞ്ച് താത്തിക്കോളൂ. അങ്ങോട്ട് 2 ഇഞ്ച് താത്തിക്കോളൂ. എനിക്കൊരു സംശയം, പന്തലിന് വലിപ്പം പോരത് നേരാ. രാധയുടെ നിശ്ചയത്തിന് നാട്ടുകാർ മുഴുവൻ വരുന്ന ഉറപ്പാ. പാതി വരെ വെയിൽത്തിരുന്നത് ശരിയല്ലല്ലോ. ഇതുപോലെ ഒന്നും കൂടി സംഘടിപ്പിച്ച വടക്കേ മുറ്റം കൂടി തണുപ്പിക്കാം. വടക്കേ മുറ്റം മാത്രമല്ല, നടവഴി വരെ നമ്മളങ്ങോട്ട് തണുപ്പിക്കും. ഇതുപോലെ 2 കൂടി വരുന്നുണ്ട്. നല്ല നീ വേഗം ജീപ്പ് ഇറക്കി അതും കൂടി എടുത്തോണ്ട് വാ. ജീപ്പ് ഇറക്കാനൊന്നുമില്ല, ഇറക്കത്തിൽ നിർത്തിയിട്ടാ വന്നത്. ഒന്ന് തള്ളി തന്ന അപ്പ സ്റ്റാർട്ടാവും. ഞാൻ തള്ളിത്തരാടോ. ഒരു അധികാരി തള്ളി എന്താ ജീപ്പ് സ്റ്റാർട്ടാവില്ലേ? സ്റ്റാർട്ട് ആവും. എന്നെ അധികാരിപ്പടിയിൽ ഇറക്കുക. നിശ്ചയാമ്പടി ഞങ്ങൾ എത്തും. ചെക്കന്റെ ആൾക്കാർ ഇങ്ങ് എത്തുന്നതിന് മുമ്പ് അധികാരി എത്തും എന്ന മാഷോടൊന്ന് പറഞ്ഞിട്ട് പോവാം. മാഷേ, മാഷ് രാവിലെ തന്നെ വീണ്ടും കിടന്നു. അച്ഛൻ കിടക്കല്ല, ഇരിക്കുക. അത് മനസ്സിലായി. ഇരുന്നുറങ്ങിയാലും കിടന്നുറങ്ങിയെന്നാ വിവരമുള്ളവര് പറയാ. ആരായി ഇരുന്നുറങ്ങണമെന്ന് അറിയോ ദിനകരന്? അധികാരിക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അതെന്റെ അച്ഛനല്ലേ. ഇനി അച്ഛനല്ല എന്ന് പറയാൻ പോവാ? ഏയ്, സത്യം പറഞ്ഞ അച്ഛൻ തന്നെയാ. എന്നാലും ഒരു അച്ഛാന്ന് വിളിച്ചാ പോരാ, കോടാനുകൂടി അച്ഛാന്ന് വിളിക്കണം. അത്രയും സത്യസന്ധനും നീതിമാനും ധർമ്മിഷ്ണുമായ ഒരു അച്ഛനായത്. കുളി കഴിഞ്ഞ് ചന്ദ്രപ്പൊട്ടും തൊട്ടുള്ള ഇരിപ്പ് കണ്ടില്ലേ? ഈ നേരത്തെ യാത്ര പറഞ്ഞ മാഷെ ഞാൻ ഉപദ്രവിക്കുന്നില്ല. പോയിട്ട് വരാം. അച്ഛാ, 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 അച്ഛാ. എന്താടാ? ഉറങ്ങിയതാണോ കാറ്റ് പോയതാണോ നോക്കിയതാ. കാറ്റുണ്ടോന്ന് അറിയാൻ എന്തിനാടാ രാമനാമം ചെല്ലണ പോലെ അച്ഛാ അച്ഛാന്ന് വിളിക്കണേ? മൂക്കില് വിരല് വെച്ച് നോക്കിയാ പോരെ? അച്ഛൻ ഒരച്ഛനല്ല, ഒരുപാട് അച്ഛനാണെന്ന് അധികാരി പറഞ്ഞു. അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയതാ. ഇനി അച്ഛൻ ഉറങ്ങിക്കോ. മോന്റെ അച്ഛൻ ഹാവു എന്റെ അടുത്തേ, ഞാൻ ഇനി ഇത് എവിടെയാ പോയി തെരയ? അതാരുടെ കാല? എന്റെ കാല. ചെറിയമെന്താ ഇവിടെ? നിന്റെ കാലുമേ പാദസരം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അത് കുളിക്കുമ്പോ ഞാൻ അഴിച്ചു വെച്ചു. അസലായി. ഇന്ന് നിന്റെ കല്യാണം നിശ്ചയിട്ട് അത് അഴിച്ചു വെക്ക. അതൊക്കെ ഇട്ടിത്തിരി ശബ്ദം ഉണ്ടാക്കടേ. ഏടത്തിയുടെ നിലവിളക്ക് കട്ടിലിനിടയിലുണ്ടോ എന്ന് ദിനകരൻ പറഞ്ഞിട്ട് അതിവിടെ കാണാനില്ലല്ലോ. ആരെങ്കിലും കട്ടോണ്ട് പോയോ ആവോ? നാട് നിറച്ച് കള്ളന്മാരാ. എന്താ ചെയ്യാ? അതിനാലും വിഷുക്കണി വെക്കാൻ ചെറിയച്ഛൻ കൊണ്ടുപോയതല്ലേ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓ, ഞാൻ ഇനി എവിടെയാ പോയി തെരയ എന്റെ ഈശ്വര? ഒരിടത്തും കാണാനില്ലല്ലോ. കണി വെക്കാൻ എടുത്തോണ്ട് പോയ ഏടത്തിയുടെ നിലവിളക്ക് നിങ്ങൾ എവിടെയാ കൊണ്ടുവച്ചത്? കിട്ടി എന്റെ കൃഷ്ണ. ഞാനിത് തെരയാത്ത സ്ഥലമില്ല. മാഷിന്റെ അത് ഏടത്തേക്ക് വിളക്ക് വെക്കാൻ പോവാ. എന്തിനാ ഇങ്ങനെ ഓടിക്കതച്ച് സോപ്പ് പതിപ്പിക്കണത്? താടി പിടിക്കല്ലേ? രാത്രി ചാർജൊന്നും അല്ലല്ലോ. വിളക്ക് കിട്ടിയടാ. ഇത്തിരി പുളിയും എണ്ണയിലിട്ട് ഒരു പിടി പിടിച്ച ഏട്ടത്തിന്റെ കളർ വെക്കും. തിളങ്ങും. ഇത്തിരി മഞ്ഞളും മസാലപ്പൊടിയും ചേർത്ത് കടുകും കൂടി വറുത്തിട്ട് ആ ഏടത്തിയുടെ വാസനയും കിട്ടും. ഈ വീട്ടിൽ എത്ര വിളക്കുണ്ട്, ഇത് തന്നെ നാട് കത്തിച്ചു വെക്കുന്നത് ഇവൾക്ക് എന്താ അത്ര നിർബന്ധം? ശരിയായിട്ട് ഇത് തന്നെ കത്തിക്കണമെന്ന് എനിക്ക് നിർബന്ധ. എനിക്ക് മാത്രല്ല, ഏട്ടത്തിക്ക് നിർബന്ധ. അച്ഛൻ ചെറിയൊരു മയക്കത്തിലാ. അയ്യോ, ഒന്നുമില്ല, ഉറങ്ങുക. ഇന്നലെ രാത്രി ഒരു 5 മിനിറ്റ് പോലും അച്ഛൻ ഉറങ്ങിണ്ടാവില്ല. ഉറങ്ങൂല്ല. ഇന്ന് നിശ്ചയം കഴിഞ്ഞ് കല്യാണം കഴിയണ വരെ നിന്റെ അച്ഛൻ ഉറങ്ങൂല്ല, ഉറക്കം വരൂല്ല. മാധവൻ തട്ടാന്റെ അടുത്ത് രാധയ്ക്ക് ഒരു കമ്മല് പണിയാൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് വാങ്ങിയിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാം. എത്ര പവന്റെ കമ്മല്? 2 പവന് 1/2 പവൻ കുറയും എന്ന് വെച്ചാ 1.5 പവൻ. എന്നാ പിന്നെ 6 പവന് 4.5 പവൻ കുറയുമെന്ന് പറഞ്ഞോളെ. കേൾക്കുമ്പോ ഒരു അന്തസ് ഉണ്ടാവില്ല. പൊന്നിന്റെ കാര്യമാവുമ്പോ തിരി കൂട്ടി പറയണേലും ഒരു തെറ്റുമില്ല. ഏടത്തിയുടെ നിശ്ചയത്തിനും ഇതുപോലെ അച്ഛൻ എന്നൊരു കമ്മല് പണിതു. അതും 2 പവന് 1/2 പവൻ കുറവായിരുന്നു. വിഷമം വന്നപ്പോ ഓരോന്ന് പോയ കൂട്ടത്തില് ആ കമ്മലും തുമ്പശ്ശേരിക്കുറിപ്പ് കൊണ്ടുപോയി. പോലീസ് വേഷം കെട്ടി താടിയും പിടിച്ച് നിക്കാൻ നല്ലാണ്ട് ആ തുമ്പശ്ശേരിക്കുറിപ്പിനെ തളയ്ക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയണില്ലല്ലോ. ഇവിടെ ഓരോ വിശേഷം വരുമ്പോഴും മനസ്സിൽ വരണത് ആ ദുഷ്ടന്റെ മുഖം. കണ്ണടച്ചിരുട്ടാക്കിയാലും ആ മുഖം പോവില്ല. ഇങ്ങനെ തുറച്ചു നോക്കും. ഇന്നിവിടെ രാധയുടെ നിശ്ചയം നടക്കുന്ന കാര്യം തുമ്പശ്ശേരി കുറിപ്പ് അറിഞ്ഞിട്ടുണ്ടാവോ? ആരും പറഞ്ഞിട്ടില്ല, എന്നാലും അറിയാണ്ടിരിക്കോ? എന്നാ കമ്മല് വാങ്ങാൻ പോണ വഴിക്ക് നീ ആ തുമ്പശ്ശേരി കുറിപ്പിന്റെ അന്തരീക്ഷം കൂടി ഒന്ന് മണത്തു പിടി. സമയം നോക്കി നെഞ്ചത്ത് കുത്തുന്നവനാ കുറിപ്പ്. നിന്റെ അച്ഛന്റെ മനസ്സിൽ നിന്ന് തുമ്പശ്ശേരി കുറിപ്പുണ്ടാവും. അതാവും രാവിലെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നത്.
എപ്പോഴും ഉറങ്ങിയ ജീവിതം വല്ല കള്ളന്മാരും എടുത്തോണ്ട് പോവില്ല ഈശ്വര. ഏയ് ഉറങ്ങാന്ന് ആരാ പറഞ്ഞത്? ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലിട്ട് ഇങ്ങനെ അതിനിടയ്ക്ക് നീ എവിടെയാ പോയത്? എനിക്ക് എന്റെ കുട്ടിക്ക് വേണ്ടി ഇന്നിത്തിരി പ്രാർത്ഥിക്കാതെ വയ്യേ. മാഷിക്ക് വേണ്ടി പെറുക്കിയതാ. നല്ല വാസനയുണ്ട്. പന്തലൊക്കെ ഉയർന്നല്ലേ? ഒക്കെ ദിനകരന്റെ സാമർഥ്യ. ഒന്നിലും ഞാൻ തലയിടുന്നില്ല. ഇതാ ഇവിടെ ഇങ്ങനെ ചാരിക്കിടക്കും. ഉറക്കം വരുമ്പോ ഉറങ്ങും. രാധയ്ക്ക് ആലോചിച്ച സഹദേവനെ ഫോട്ടോയിൽ കാണാൻ ഇത്തിരി ചന്തമൊക്കെ ഉണ്ടല്ലേ? നീ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സഹദേവൻ. ഇത് ഇന്നലെ രാത്രി എനിക്ക് ശങ്കരൻ മേസ്ത്രി തന്ന കളറ് സഹദേവൻ. നീ സഹദേവനെ കളറിൽ കണ്ടിട്ടില്ലല്ലോ. കൃഷ്ണ, 11 വർഷമായി നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന എൻ്റെ സ്പെയർ പാർട്സ് കടയുടെ ഷട്ടറാണ് ഞാനിപ്പോൾ ഉയർത്തിയത്. ഇന്ന് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഷട്ടറും ഉയർത്തുന്ന ദിവസമാണ്. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ വാങ്ങിയ നാരായണൻ മാഷിയുടെ മകൾ രാധ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ സമ്മതത്തോടെ കടന്നു വരികയാണ്. നീ ഞങ്ങളെ സത്യസന്ധമായി ഒന്ന് അനുഗ്രഹിക്കണം. വന്ന് വന്ന് എനിക്കിപ്പോൾ ഈശ്വരന്മാരിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. നിനക്കൊന്നും തോന്നരുത്. 1 കിലോ വെളിച്ചെണ്ണ 2 കിട്ട് പപ്പടോ. എന്താ പേര്? ചാരുക്കുട്ടി. എന്നാ രാരുക്കുട്ടി, ഇവിടെ വാഹനങ്ങൾക്ക് പറ്റുന്ന വെളിച്ചെണ്ണയുണ്ട്. അത് വേണമെങ്കിൽ ഒരു 5-6 കിലോ തരാം. പിന്നെ പപ്പടം, ഞാനിവിടെ ഇത്തരം പപ്പടം മാത്രമേ വിൽക്കാറുള്ളൂ. ഇതൊരു കെട്ടിന് 19,000 രൂപ വരും. അല്ല, നാടൻ പപ്പടം കിട്ടില്ലേ? നാടൻ പപ്പടം സ്പെയർ പാർട്ടായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇക്കാലം വരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു പോരെ. ചൂടാവണോ? എനിക്കിത് ഇത്തിരി ചൂടുള്ള ദിവസം, ഞാൻ ചൂടാവും. മുമ്പ് വന്ന ആലോചനകളൊക്കെ ആ തുമ്പശ്ശേരി കുറിപ്പ് കലക്കിയപ്പോ രാധയുടെ കാര്യത്തില് എന്തൊരു പേടിയായിരുന്നു നമുക്ക്. ഇവന് പണ്ട് മുതലേ രാധയെ ഇഷ്ടായിരുന്നു എന്ന് ശങ്കരമേശ്വരി പറഞ്ഞപ്പോഴല്ലേ ഞാൻ തന്നെ അറിയണത്. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഫോട്ടോ എടുത്തപ്പോ കരഞ്ഞു. അതാ മുഖത്തിന്റെ ഷേപ്പിന് ഇത്തിരി വളവും തിരിവും ഒക്കെ വന്നത്. എന്റെ മോളെ പൊന്നുപോലെ നോക്കുമല്ലേ? നോക്കും. മക്കളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരച്ഛനും അമ്മയും ഇവിടെ ഇങ്ങനെ ഇരിക്കണില്ലേ? അവന് നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കാതിരിക്കാൻ കഴിയൂ? എന്താടി? എന്താടാ? ഇവളെന്താ ഈ കഥകളി ആടണേ? അച്ഛാ, അച്ഛാ, അമ്മയ്ക്ക് വിളക്ക് വെക്കാൻ പോണ്ടേ? ദാമോളെ വിളക്ക് കിട്ടിയോ ചെറിയമ്മേ? കിട്ടി. എടുത്ത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ വിളക്കല്ലേ മാഷ കത്തിക്കാറ്. ഇന്ന് ഇത് തന്നെ കത്തിച്ചാ മതി. എവിടെ? എന്താ അച്ഛാ? മാഷക്ക് എന്താ വയ്യേ? അല്ല, അമ്മണി ഇപ്പോ ഇവിടെ വന്നിരുന്നു. എന്റെ അടുത്തേ മാഷ എടുത്ത് കണ്ടു. മാഷ എടുത്ത് കണ്ടു. എപ്പോ? ഇപ്പോ. അച്ഛ പതുക്കെ. ആ പണിക്കര് പോക്കോ, പോയി പന്തല് കെട്ടിക്കോ. പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നും ഈ ദിവസം ചെയ്യരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാ. അത് കേൾക്കാതെ നീ ആ വിളക്കെടുത്ത് നിറം വെപ്പിക്കണ കണ്ടപ്പോഴേ ഇന്നിവിടെ അമ്മണിയെടുത്തി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഏടത്തിയെ ദഹിപ്പിച്ചെടുത്ത് വിളക്ക് വെച്ച് അനുഗ്രഹം വാങ്ങാൻ പോവാ എന്റെ കുട്ടി. അതറിഞ്ഞ പോലെ ഏടത്തി വന്നില്ലേ? ഇതിലപ്പുറം ഒരു ഭാഗ്യം എന്താ എന്റെ കുട്ടിക്ക് വേണ്ടത്? മരിച്ച് സ്വർഗത്തിൽ കിടക്കണ നിന്റെ ഏടത്തി ഇവിടെ കല്യാണ നിശ്ചയം അറിഞ്ഞ് ഓടി പിടിച്ചു വരുമല്ലേ. ഇവിടെ ഭൂമിയിലുള്ളവർക്ക് തന്നെ സമയത്തിന് വണ്ടിയും ബസ്സും കിട്ടണില്ല, പിന്നെ മരിച്ചോർക്ക്. അമ്മയുടെ കണ്ണാടിയിലും നോക്കിയാ ഞാൻ കണ്ണെഴുതിയെന്ന് അമ്മ അച്ഛനോട് ഇപ്പൊ പറഞ്ഞു. ഇത്രേ അച്ഛനാണെങ്കി ആ മുറിയിൽ വന്നിട്ടുമില്ല. ഓ, ഏടത്തി എനിക്കൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ. ഒരു വിശേഷം ചോദിക്കാനും പറ്റിയില്ല. ഇത്രയിടം വന്നിട്ട് എന്റെ മുന്നിലൊന്നും വരാണ്ട് പോയല്ലോ. ഏടത്തി തടി വെച്ചിട്ടുണ്ടോ മാഷേ? മരിച്ച് ഭസ്മായി തിരുനെല്ലി കൊണ്ടൊഴുകിയിട്ട് കൊല്ലൊരുപാടായി. ആ ആളപ്പ തടി വെച്ചിട്ടുണ്ടോന്ന്. വയസ്സുകാലത്ത് തലയ്ക്ക് ചൂട് പിടിക്കുമ്പോ ഏത് മാഷ്ക്കും ഇതൊക്കെ തോന്നും. അമ്മണിയടുത്ത് കൈയും വീശി വന്നേ ഉള്ളൂ. വരുമ്പോ തനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അവൾ ഇത്തിരി പൂ കൊണ്ട് തന്നു. അത് നന്നായി. മരിച്ചാലെന്താ, അമ്മണിയടുത്തേക്ക് സ്വർഗത്തിൽ ഇപ്പൊ പൂക്കച്ചവടം ഉണ്ടല്ലോ.
റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെറിയച്ച നമ്മുടെ പറമ്പിലേക്കുള്ള വഴിയിൽ കുറുപ്പന്മാര് വേലി കെട്ടിപ്പൊക്കി. കമ്മൽ വാങ്ങിക്കാൻ പോയി ദിനകരേട്ടൻ കുറുപ്പന്മാരായിട്ട് ഒട്ടക്കി നിൽക്കുക. ഈ പടി